ദൈവം നല്ലവരെ പെട്ടെന്ന് വിളിക്കും, ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നത് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ അതേ സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. ആര്യൻ, അതുപോലെ ജിസേൽ, ഇവരൊക്കെ ഔട്ട് ആവേണ്ടത് എത്ര നല്ല കണ്ടസ്റ്റന്റ് ആണ്. ആര്യനൊക്കെ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 5 എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇന്ന് എവിക്റ്റായി പോയേക്കണത്. അവിടെ PR വർക്കിന്റെ സ്വാധീനം എനിക്ക് തീരെ എന്താ പറയാ, അത്രയും അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ് ഇന്ന് ബിഗ് ബോസിൽ ആര്യന്റെ കേസിൽ നടന്നിട്ടിരിക്കുന്നത്. കാരണം ആര്യനായിട്ടും അത്രയും അൺഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അവിടെ ഓൾറെഡി ഉണ്ട്. എന്നിട്ട് ആര്യൻ പോവാന്നൊക്കെ പറയുന്നത് PR വർക്കിന്റെ ഒരു ബലം തന്നെയല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബിഗ് ബോസ്, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ എന്നെ അറിയണവർക്കറിയാം, ബിഗ് ബോസ് ഞാൻ കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സീസൺ ബിഗിനിങ് ഓൺവേർഡ്സ് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ PR വർക്കൊക്കെ കാണുമ്പോൾ നമുക്ക് നാളെ ബിഗ് ബോസ് സീസൺ 8ഉം 9 വരുമ്പോൾ അത്യാവശ്യം ലക്ഷങ്ങൾ കൊടുത്ത് PR വർക്ക് ഏറ്റെടുത്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പറയില്ല, ക്രൂരത അല്ലെങ്കിൽ ദുഷ്ടത കാണിക്കുന്നവർക്കാണ് ഈ ലോകത്തിൽ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് ബിഗ് ബോസിലൂടെ ഇപ്പോൾ ഈ ഒരു സീസൺ 7 കാണിച്ചു തരുന്നത്. ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി അത്രയും നല്ലൊരു പക്ക ഗുഡ് ഗെയിമർ ആയിട്ടാണ് ഡേ 1 തൊട്ട് നമുക്ക് കാണാൻ പറ്റുക. എല്ലാ ഫിസിക്കൽ ടാസ്കും അല്ലെങ്കിൽ എന്ത് ടാസ്ക് കൊടുത്താലും കറക്റ്റായി ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് 2ാമത്തെ വിജയാണ്. 100 കഴിഞ്ഞ അടുത്ത പോയിന്റ് വെറും 2 പോയിന്റിനാണ് ഈ പറയണ ആര്യനുള്ളത്. എന്നിട്ട് ആര്യൻ പോയതും അപ്പോൾ അതുപോലെ നല്ല നല്ല ആൾക്കാർ പോകണതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. അതൊക്കെ PR വർക്കിന്റെ ഒരു ഗുണം, അല്ലെങ്കിൽ അവരൊരു ഗുണം എന്ന് പറയുന്നില്ല, അത് എന്താ പറയാ, ഒട്ടും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കിത് അൺഫെയർ എവെക്ഷൻ ആയിട്ടാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഇതിൽ പറയാനുള്ളത്. അത്ര തന്നെ.